നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. കാഴ്ചകളുടെ പുതുവസന്തം, ആനന്ദത്തിന്റെ സുഗന്ധം. വെൽക്കം ടു ജീസസ് കിഡ്സ്. കാഴ്ചകൾ കഥ പറയുമ്പോൾ മനസ്സ് ആഹ്ലാദഭരിതമാകും. നമ്മുടെ കൂട്ടുകാരിത പുതിയ കഥയുമായി കാട്ടിലെ കൂട്ടുകാർ. എത്ര സമയമായി? ബസ് വരുന്നുമില്ലല്ലോ. ഈ കാത്തുനിപ്പ്. അല്ല, മൂട്ടിങ്ങോട്ട് യാത്ര. ഒന്ന് ബാങ്ക് വരെ പോണം. ടൈം എത്രയായിരുന്നു? വണ്ടി കാത്ത് നിൽക്കുന്നു. പണ്ട് കിലോമീറ്ററോളം ആൾക്കാർ നടന്നിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ട്ടാ. ഓ, അത് അന്ധകാലം. ഇപ്പൊ ആർക്കും നോട്ട് ഇൻട്രസ്റ്റിംഗ് ഇൻ വാക്കിംഗ്. ഓ, അത് മാത്രല്ല, ഇപ്പൊ സമയവും ഇല്ല. പക്ഷേ പണ്ടുള്ളവർ നടന്നതിന്റെ ഫലം അവർക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടായിരുന്നു. പിന്നെ അത് നേരാ. ഇന്ന് എത്ര തരം അസുഖങ്ങളാ നമുക്കിടയിൽ ഉണ്ടാകുന്നത്. എല്ലാവരും കൂടി എന്താ ഒരു ചർച്ച? ഒന്നുമില്ല സാറേ, ഞങ്ങള് കുറച്ചു നേരമായി വണ്ടി കാത്തു നിൽക്കുന്നു. കാത്തുനിൽപ്പ് അതൊരു വിഷമം പിടിച്ച പണിയാ. ഞങ്ങൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. കാത്തു നിൽക്കാൻ എന്തായാലും കുറെ ആളുള്ളത് കൊണ്ട് സമയം പോണത് അറിയില്ല. സാറ് പറഞ്ഞത് ശരിയാ. അല്ല, സാറ് കൊടയ്ക്ക് എടുത്തിട്ടുണ്ടല്ലേ? എന്തു പറയാനാ, കാലാവസ്ഥ തന്നെ മാറിയില്ലേ. ഏതു സമയത്താ മഴ പെയ്യുന്നതെന്ന് ആർക്കറിയാം? കറക്റ്റ് സർ, യു സെഡ് ഇറ്റ്. മഴ പെയ്യേണ്ട സമയത്ത് വെയില്, വെയില് വേണ്ട സമയത്ത് മഴ. ആകെ ഒരു മാറ്റം. എല്ലാറ്റിനും കാരണക്കാർ നമ്മളാ. ശരിയാ. നമ്മളാ? അതെന്തീ പറയുന്നു? അതേന്നെ. പ്രകൃതിയെ ചൂഷണം ചെയ്ത് അവയുടെ സന്തുലിതാവസ്ഥ തന്നെ മാറ്റി മണൽ വാരൽ, കുന്നിടിച്ചു നിരത്തൽ, ബിൽഡിംഗ് ഓ നിർമ്മാണം. സംഭവം ഓക്കെ, ബട്ട് നമുക്ക് ഡെവലപ്മെന്റ്സ് വേണ്ടേ? വികസനം വേണം, പക്ഷേ അത് ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടാകരുത്. ഓ, നേരെ ഇത്രയായിട്ടും ഒരു വണ്ടി പോലും വന്നില്ലല്ലോ. ഞാൻ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു. എന്നാ പിന്നെ ഞാനും വരുന്നുണ്ട് സാറേ. നമുക്ക് കഥയൊക്കെ പറഞ്ഞ് നടക്കാലോ. ചാക്കേട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാനും ആണോ? എന്നാ വായോ. ഓ, ഞാനില്ല നടക്കാൻ. ഒരു ടാക്സി കിട്ടുമോ എന്ന് നോക്കട്ടെ. നടക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ തന്നെ നടക്കാനാവുന്നില്ല. അതിന്റെ കൂടെ ഈ കെട്ട്. അല്പം വിശ്രമിച്ചിട്ട് പോവാ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ?
പപ്പീസ് നേരത്തെ എത്തിയല്ലോ. ഓ, ടാക്സി പിടിച്ച് കാണും, കാശുണ്ടല്ലോ. കണ്ടില്ലേ? പപ്പീസേ, പപ്പീസേ. ഓ, ഇത് വലിയ ശല്യമായല്ലോ. എന്താ എന്താ ഗംഭീറിന് വേണ്ടത്? അല്ല, ഭയങ്കര ദാഹം. ഇച്ചിരി വെള്ളം തരും പപ്പീസ്. ഓ പിന്നെ വെള്ളം, ഇവിടെ വെള്ളമൊന്നുമില്ല കേട്ടോ. പപ്പീസ് നടന്ന് മടുത്തു, വല്ലാത്ത ക്ഷീണം. ക്ഷീണുണ്ടെങ്കിലേ എവിടെ എങ്ങാനും പോയി കിട. എന്താ പപ്പീസ് അങ്ങനെ പറയണത്? നമ്മളെ അയൽപ്പക്കക്കാരല്ലേ? ഓ, ഒരു അയൽപ്പക്കക്കാരൻ, ഒരു അയൽപ്പക്ക സ്നേഹം. ദേ, ഉറ്റ ബന്ധുവിനേക്കാൾ ഉപകാരി അടുത്ത് കിടക്കണ അയൽപ്പക്കക്കാരനാ. അയ്യടാ, ഒരു ഉപകാരി വന്നിരിക്കുന്നു. എനിക്കിപ്പോ ആരുടെയും ഉപകാരം വേണ്ട. എനിക്ക് ആവശ്യത്തിന് പണവും പ്രശസ്തിയും എല്ലാം ഉണ്ട്. അതൊക്കെ ഉണ്ടല്ല, ദൈവം തന്നതാണെന്നുള്ള ഓർമ്മ വേണം പപ്പീസേ. അയ്യടാ, ദൈവം തന്നതോ? എന്നാ പിന്നെ എന്താ ഗംഭീറിന് തരാഞ്ഞത്? ഇത് ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയതാ. അത് തന്നെ പറഞ്ഞത്, അധ്വാനിക്കാനുള്ള ആരോഗ്യം തന്നത് ദൈവ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അയൽപ്പക്കക്കാരനായാലും വേണ്ടില്ല, അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. എന്നെ ഉപദേശിക്കാൻ വന്നേക്കരുത്. വന്നിരിക്കണം ഒരു ഉപദേശി. കഷ്ടം തന്നെ, ഇങ്ങനൊരു അയൽ വീട്ടുകാരുണ്ടായിട്ട് എന്താ കാര്യം? മീനൊത്തിരി കിട്ടിയ ആ കോരു കുറുക്കനും കൊടുക്കണം കേട്ടാ. ശരിയാ, മോൻ തെങ്കാശിമലയിൽ പോയിട്ട് പൈസ ഒന്നും വന്നില്ലല്ലോ. ഓ, വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ആ പാവം. എന്ത് ചെയ്യാനാ? എന്റെ അമ്മൂ, നോക്കിയടാ, പപ്പീസിന്റെ ഒരു വേഷം കെട്ടലുകൾ കണ്ട? പൈസയുടെ പത്രാസാണത്. കൂടെ പുതിയൊരു കൂട്ടുകാരനുണ്ടല്ലോ. ഒന്നും പറയാതിരിക്കാ ഭേദം. ഇനി വീട്ടിലേക്ക് പോവാൻ കഴിയില്ല. അതെന്താ? ഗംഭീറിന്റെ വീട്ടിലെന്താ പ്രശ്നം? ആ വന്നിരിക്കുന്നവരെ അങ്ങ് കൊങ്കമലയിൽ നിന്നും വമ്പസാറിന്റെ വകയിലുള്ളവരാ. ഇനി അവിടെ ആകെ പാട്ടും ഡാൻസും ബഹളവും കൂത്തുമായിരിക്കും. ഇതിനൊക്കെ എവിടുന്നാ പണം? അത്രയ്ക്ക് വരുമാനമൊക്കെ ഉണ്ടോ? എവിടെ? ഇവർക്ക് അപ്പനപ്പന്മാര് സമ്പാദിച്ചു വെച്ചിട്ടില്ലേ, അതെടുത്താ ചെലവാക്കുന്നത്. ഇതൊക്കെ ആരോട് പറയാനാ? നമ്മളൊരു ഉപദേശിയായിട്ട് എങ്ങനെയുള്ളവര് കാണൂ? അത് ശരിയാണ് കേട്ടോ. നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വിചാരിക്ക, അത്രേ ഉള്ളൂ. മീൻ കുടുങ്ങിയ ലക്ഷണാണ് ട്ടാ. പതുക്കെ പതുക്കെ അനങ്ങുന്നുണ്ടോ? എന്ത് മാതിരി പാട്ട വെച്ചിരിക്കുന്നു. ഇതുപോലെ പാട്ട് വെച്ച് ഭൂകമ്പം ഉണ്ടാവില്ല. എന്തപ്പോ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ നല്ല അയൽക്കാരനാ, നല്ല അയൽക്കാരൻ. നമുക്ക് നടിച്ച് പൊളിക്കാം. ചേട്ടന് സമയമില്ലല്ലോ. ബിസി മാൻ, ബിസി. കളിയാക്കല്ലട്ടാ. നിങ്ങൾ രസിച്ചോ? നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഞാനൊരു പാവ, എന്നെ വിട്ടേക്ക്. എന്നെ ഉപദേശിച്ച ആളാ. കണ്ടോ, നോക്കണത് കണ്ടില്ലേ? നമ്മളെ നന്നാക്കാൻ നടക്കണ ഒരു അയൽവാസി, അയൽവാസി ഒരു ദരിദ്രവാസി. പപ്പീസേ, എന്നെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. ഉപകാരമോ? നിങ്ങളെ കൊണ്ടോ? അയ്യോ, എനിക്ക് വയ്യേ. പപ്പീസേ, വിട് വിട്, ലെറ്റ് us enjoy. Okay, bye, come on. La 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 la. ഈശ്വര, ഇതൊന്നും കാണാൻ കഴിയണില്ലല്ലോ. അയ്യോ, ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. എവിടുന്ന ശബ്ദം? അയ്യോ, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. പപ്പീസിന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അയ്യോ, എന്റെ അമ്മോ, ഓടി വരണേ.
പപ്പീസേ, എന്താ ഇവിടെ? പപ്പീസേ, പപ്പീസേ, എന്താ പപ്പീസിന് പറ്റിയത്? അത് കാര്യം പറ വേഗം. ടേപ്പ് റെക്കോർഡർ ഓഫ് ആക്കാൻ വേണ്ടി സ്വിച്ച് അമർത്തിയതാ. അയ്യോ, ഷോക്ക് അടിച്ചതാ. അയ്യോ ദൈവമേ. ഓ, രക്ഷപ്പെട്ടു. നോക്കി നിൽക്കാതെ കൈവെളിയിൽ തിരുമ്പ്. പലതും പറ്റി കാണൂ. പപ്പീസേ, പപ്പീസേ, അമ്മേ പപ്പീസേ, പപ്പീസേ. എടാ എഴുന്നേക്കടാ പപ്പീസേ. പപ്പീസേ. അയ്യോ ഏയ് പപ്പീസേ, അയ്യോ അയ്യോ ഞാനിപ്പോ ചാകുവേ. അയ്യോ ഗംഭീരന്റെ കൊല്ലുന്നേ. നമുക്ക് ഒന്നതല്ല. അയ്യോ, പപ്പീസേ, നിനക്ക് ഷോക്ക് എനിക്ക് അടിച്ചതാ. എനിക്കെന്താ പറ്റിയത്? അയ്യോ വേഗം. അങ്ങനെ അയ്യോ ഗംഭീരനെ കൊല്ലാൻ നോക്കി. അയ്യോ അങ്ങനെ. ആവൂ. കുഴപ്പമൊന്നുമില്ലല്ലോ പപ്പീസേ. നിനക്കേ ഷോക്ക് അടിച്ചതാടാ. എന്നെ ഷോക്ക് അടിച്ചോ ഈശ്വര. ദേ ഈ ഗംഭീര നിന്നെ രക്ഷിച്ചത്. അയ്യോ എന്തായാലും ഗംഭീർ പറഞ്ഞത് ശരിക്കും സംഭവിച്ചു. എന്നെങ്കിലും അയൽവാസി സഹായിയാവുമെന്ന്. അയൽവാസിയെ സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതിട്ടാ. അവരുടെ ജീവിതത്തില് ഒരു കരടായിട്ട് അയൽവാസി മാറരുത്. അതെ അതെ. പറ്റിപ്പോയി. നമ്മളാരും പൂർണ്ണരല്ല. ആർക്കും ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാനും കഴിയില്ല. പരസ്പര സ്നേഹം, പരസ്പര ബന്ധം, ഇതൊക്കെ ഉണ്ടെങ്കിലേ നല്ല വ്യക്തികളായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയൂ. എന്നോട് ക്ഷമിക്കൂ ഗംഭീർ. ഇനി എന്നും നമ്മൾ നല്ല അയൽവാസികളായിരിക്കും. അതെ അതെ. ആ പോട്ടെ പോട്ടെ, ആ സാരില്ല. കാഴ്ചകൾ കഥ മാത്രമല്ല, കൗശലങ്ങളും കാണിച്ചു തരുന്നുണ്ട്. കൗശല കാഴ്ചയുമായി മാണിക്കച്ചിപ്പ്. മാണിക്കച്ചപ്പിലേക്ക് സ്വാഗതം. ആക്ടിവിറ്റികളുടെയും ചിന്തകളുടെയും പുതിയ ലോകത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കായി ഒരു ഇരിപ്പിടമുണ്ട്. അപ്പോൾ ആ ചിന്താവിഷയത്തിന് നമുക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്നത്തെയും പോലെ ആക്ടിവിറ്റി ചെയ്യുന്നതിന് സാധാരണ ഒരു പേപ്പർ മതി. ഇവിടെ ഇപ്പം ഞാൻ നിറമുള്ള പേപ്പറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിറമുള്ള പേപ്പർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏത് പേപ്പർ ഉപയോഗിക്കാം. ഞാനതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പം ഇങ്ങനെ വരും. അതായത് നമ്മൾ മടക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതല്ല ഉള്ളതിൽ വീതി. സമയദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീതിയും നീളവും ഒരുപോലെ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീതി തന്നെയാണ് ഇവിടെയും ഉറപ്പ് വരുത്താനായിട്ട് ഇങ്ങനെ ചേർത്ത് മടക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഈ വീതി എവിടെയാണോ എൻഡ് ചെയ്യുന്നത്, ഈ പോയിന്റല്ലേ, അപ്പോൾ അവിടെ വെച്ച് നമ്മൾ പേപ്പർ മുകളിലേക്ക് മടക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗങ്ങൾ മുറിച്ച് കളി വെച്ച്, അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് മുകളിലേക്ക് നേരെ മടക്കണം. ഈ താഴെയുള്ള നമ്മൾ റെക്ടാങ്കുലർ പോർഷൻ ഇല്ലേ, ആ ഭാഗം നമ്മൾ മുറിച്ച് കളയണം. അപ്പോൾ മുറിച്ച് കളയുമ്പോഴത്തേക്കാണ് നമുക്ക് സ്ക്വയർ കിട്ടുന്നത്. ഈ പോർഷൻ നമ്മളിപ്പം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാക്കി ഭാഗം നോക്കാം. അപ്പോൾ ബാക്കി ഭാഗത്ത് സ്ക്വയർ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മടങ്ങിയിരിക്കുമല്ലേ. ഈ പേപ്പർ നമ്മൾ നിവർത്തുക. അപ്പോൾ നമുക്ക് സ്ക്വയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പം പ്രായോഗികമായിട്ട് ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയ പേപ്പറിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ A4 പേപ്പർ അതുപോലെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ A4 പേപ്പർ ആദ്യമേ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു ഭാഗം എടുത്ത് നമ്മൾ സ്ക്വയർ ആക്കി മാറ്റിക്കഴിഞ്ഞാലും ഇത് കൂടുതൽ മനോഹാരിത കിട്ടുന്നത് നമുക്ക് കുറച്ചുകൂടെ ചെറുത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കുറച്ച് വലിയ പേപ്പർ ഉപയോഗിച്ച്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഈ പേപ്പറിൻ്റെ മുകളിലുള്ള വക്കിനെ താഴെയുള്ള വക്കിനോട് ചേർത്ത് മടക്കണം. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ മടക്കിയ പാടിൽ ഇങ്ങനെ ഒന്ന് അമർത്തി വരയും. അപ്പം നടുവിലൂടെ ഒരു വര കിട്ടും. അതിങ്ങനെ നൂർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വര കാണാം. കണ്ടോ? ഇങ്ങനെ ഒരു വരയുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് നടുവിലൂടെ ഒരു വരയില്ലേ, അപ്പം ഈ വരയിലേക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള വക്കുകളെ ചേർത്ത് മടക്കണം. എന്നിട്ട് മടക്കി കഴിഞ്ഞിട്ട് മടക്കിയ പാടിൽ നന്നായിട്ട് അമർത്തിയിട്ട് വീണ്ടും ഒരു പാടുണ്ടാക്കണം.
റെഡിയല്ലേ? ഇനി ഞാൻ റൈറ്റ് സൈഡിലെ വക്ക് മടക്കുന്നു. അപ്പം ഞാൻ 2 സൈഡിലും ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ നിവർത്തേക്കുക. കണ്ട? അപ്പം ഒരു സൈഡ് ഇങ്ങനെ മടങ്ങിയിരിക്കും. ഇതാ, ഈ മടങ്ങിയിരിക്കുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പം ആ ഭാഗം കൂടെ നമ്മൾ മുറിച്ച് കളയണം. ഇതാ നമ്മൾ മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ പോർഷൻ നമുക്ക് ആവശ്യമില്ല, മറ്റെന്തിനും വേണ്ടി ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത് മാറ്റി വെക്കുക. ശേഷമുള്ള കടലാസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ആ കടലാസിൽ നമുക്ക് 1, 2, 3 സെഗ്മെൻറ്റുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് 2 വരകൾ കാണാൻ പറ്റും. ഇനിയാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ ആക്ടിവിറ്റിയുടെ സ്റ്റെപ്പുകളിലേക്ക് കിടക്കുന്നത്. ഇതുവരെ നമ്മൾ പേപ്പറിനെ തയ്യാറാക്കുകയായിരുന്നു ചെയ്തത്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ വക്കിനെ താഴത്തെ വക്കിനോട് ചേർത്ത് മടക്കുക. നേരെ പകുതിയായിട്ട് മടക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മടക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വക്കുകളൊക്കെ എപ്പോഴും കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ടോ നോക്കണം മടക്കുമ്പോൾ. അപ്പോൾ സ്പീഡ് കൂട്ടി മടക്കുന്നതിലല്ല കാര്യം, കൃത്യമായിട്ട് മടക്കുന്നതില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മോഡൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതിൽ എങ്ങനെയെങ്കിലും മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടത്തില്ല. ഇനി ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് പേപ്പർ പിടിക്കുന്നത് 2 രീതിയിൽ നമുക്ക് പേപ്പർ പിടിക്കാം. എന്നാൽ ഈ മടക്കിയ വശം മുകളിൽ വരുന്നത് പോലെ വേണം പേപ്പർ പിടിക്കാനായിട്ട്. അപ്പം ഇതിപ്പം അടിയിൽ ഇങ്ങനെ തുറന്നിരിക്കുന്നു, ഇവിടെ ഇപ്പം മടങ്ങിയ വശം മുകളിലാണ്. അപ്പോൾ ഇതുപോലെയാണ് പേപ്പർ നമുക്ക് പിടിക്കേണ്ടത്. ഇനി ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ പേപ്പറിൽ 2 വരകളുണ്ട്. 1, 2 നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പുകളിൽ തയ്യാറാക്കിയ വരകളാണ്. അപ്പം ഈ വരയിലേക്ക്, ഒന്നാമത്തെ വരയിലേക്ക് ഈ മുകളിലുള്ള വക്കിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഈ വര കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ കൃത്യമായിട്ട് ചേരുന്നത് പോലെ ഈ മൂലയും ഈ വക്കും കൂടെ ഈ വരയിൽ ചേരുന്നത് പോലെ നമ്മൾ മടക്കണം. അതാ നോക്കിക്കൊള്ളൂ. ഇതുപോലെ തന്നെ വലതുവശത്തുള്ള വക്കിലെ ഈ മൂലയും ഈ മുകളിലത്തുള്ള ഈ പോർഷനും ഇവിടെയുള്ള വെർട്ടിക്കൽ ലൈനിലേക്ക് ചേരുന്നത് പോലെ മടക്കണം. ഇതിന് സമാനമായിട്ട് അതാണ് ഞാൻ മടക്കണം. കണ്ടോ? ഇത്രയും വ്യക്തമായാലോ? ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ഇങ്ങനെ പതുക്കെ തുറക്കുക, ഇതും പതുക്കെ തുറക്കുക. ഇവിടെ മടക്കുപാട് ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മുടെ ഈ കടലാസ് ഇപ്പം എന്താ, ഇവിടെ താഴെ ഇങ്ങനെ 2 പാളി നമുക്കുണ്ടല്ലേ? അതാ ഞാൻ കാണിച്ചത്. അതോ നോക്കിയേ, കണ്ടോ? അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെയുള്ള ഈ വരയിൽ, ഇപ്പം ഇതുവഴിയുള്ള ഈ വര ഒന്നും കൂടെ ക്ലിയർ ആകാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒന്നും കൂടെ അമർത്തി വരയ്ക്കാം. വെറുതെ ഇങ്ങനെ ഒന്നും കൂടെ വര. അപ്പം വീണ്ടും ആ മടക്കൊന്നും കൂടെ കൃത്യമായിട്ട് വരും. അതുപോലെ ഇടതുവശത്തുള്ള വക്കും അതുപോലെ തന്നെ ഒന്ന് ആ മടക്ക്, ഇപ്പം ഇവിടെ നമ്മൾ വെർട്ടിക്കലായിട്ട് വരയുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരെ നിർത്തിയായിരുന്നു വരച്ചത് കൊണ്ട് അപ്പം ഡയറക്ഷൻ ഓർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അത് കൃത്യമാക്കാനായിട്ട് വെറുതെ ഒന്നും കൂടെ ഇവിടെ ഒന്ന് വരച്ച് അതെങ്ങനെ ഒന്ന് മടക്കി ഒരു പാടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മടക്ക് എളുപ്പമുണ്ടാവും. ഇനി ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പാളി ഉണ്ടല്ലോ, കടലാസിൻ്റെ പാളി, ഇതിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ വിരലിടുക. വിരലിട്ടതിന് ശേഷം ഈ ഫ്രണ്ടിലുള്ള പാളി മാത്രം, അതായത് പുറകിലുള്ള പാളി അതുപോലെ നിൽക്കട്ടെ, ഫ്രണ്ടിലുള്ള പാളിയെ നമ്മൾ ഇപ്പോൾ ഉള്ള ഈ വരയില്ലേ, ഈ വരയിൽ കൂടെ അതിനെ ഫ്രണ്ടിലേക്ക് മടക്കുക. ഇങ്ങനെ വിടർത്തി വരും. അപ്പോൾ അതായത് കണ്ടോ, അപ്പം മുകളിലൊരു പോർഷൻ ഉണ്ട്, അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ത്രികോണാകൃതിയിൽ ഇങ്ങനെ നിവർന്നു വരും. അത് കഴിഞ്ഞിട്ട് ആ ത്രികോണാകൃതിയെ നമ്മളൊന്ന് അമർത്തുക. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഇടതുവശത്തും ചെയ്യുക. അപ്പം ഇങ്ങനെ ഉള്ളിലോട്ട് കൈയിടുക. അതിനുശേഷം ഇതിനെ ഇങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുവരും. അപ്പോൾ മുമ്പിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ വിടർത്തിയില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിരിക്കും നമ്മളിപ്പോൾ രണ്ടാമത് ഇതിനെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു ഈ സൈഡിലോട്ട് നമ്മളിങ്ങനെ കൈയിട്ട് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വിടർത്തുക, സാവകാശം വിടർത്തി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വിടർത്തി വീട് പോലെയാക്കുക. ഇനി ചെയ്യേണ്ടത്, ഇതിൻ്റെ താഴെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമ്മൾ നേരെ മുകളിലേക്ക് മടക്കുക. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇടതുവശത്തുള്ള ഈ ഒരു ഭാഗമില്ല, ഈ ഭാഗത്തെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മടക്കുക. അതുപോലെ വലതുവശത്തുള്ള ഈ ഭാഗത്തെയാണ്, അതിനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മടക്കുക. മടക്ക് പാടൊക്കെ നന്നായിട്ട് നമ്മൾ അമർത്തി. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടത്, നമ്മൾ മേശയുടെ മുകളിൽ വല്ലത് വെച്ച് കഴിഞ്ഞിട്ട് ഈ അവസാനം മടക്കിയ 2 ഭാഗങ്ങളില്ലേ, ഇടതും വലത്തുള്ള, അതിനെ നമ്മൾ കുറച്ച് തുറക്കുക, മുഴുവനായിട്ട് തുറക്കരുത്.
എന്നിട്ട് ഈ മടങ്ങിയിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ഇത്, അതിനെ നമ്മൾ നേരെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇതിനിടയ്ക്ക് വെക്കുക. അപ്പം നമുക്കിത് മനോഹരമായിട്ടുള്ള ഒരു ഇരിപ്പിടം, ഒരു കസേര നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? നിങ്ങൾക്ക് അപ്പം ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് കിടക്കാം അല്ലേ? എന്തായിരുന്നു നമ്മുടെ ചിന്താവിഷയം? നിങ്ങൾക്കായി ഒരു ഇരിപ്പിടമുണ്ട് അല്ലേ? അപ്പം നമ്മളൊക്കെ എന്താ സാധാരണ ചെയ്യുന്നത്? നമ്മളൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരെല്ലാം സയൻസ് ഗ്രൂപ്പിന് പോയി കഴിഞ്ഞാൽ നമ്മളും പോവാം, എന്നാൽ നമുക്ക് സയൻസ് ഗ്രൂപ്പിന് പോയേക്കാം അല്ലേ? അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം എഞ്ചിനീയറിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്കും എഞ്ചിനീയറിങ്ങിന് പോയേക്കാം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? മറ്റുള്ളവരെ നോക്കിക്കഴിഞ്ഞിട്ട് അവരെന്താണോ ചെയ്യുന്നത് അതുപോലെ കോപ്പി ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത്? മറ്റുള്ളവർ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കസേരയിൽ നമ്മളും പോയിരിക്കേണ്ടി വരും. പക്ഷെ അത് നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കസേരയാണോ? അല്ലല്ലോ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള ഒത്തിരി കഴിവുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഉള്ളത് സൗരയൂഥം എന്ന് പറയുന്ന ഇത് മിൽക്കി വേ എന്നുള്ളൊരു ഗാലക്സിയിലാണ്. ആ ഗാലക്സിയിൽ മാത്രം എത്രയാണ്? 200 ബില്യൺ, അതായത് 20,000 കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എത്രയധികം നക്ഷത്രങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇത് ഇത്ര ബൃഹത്തായ ഈ പ്രപഞ്ചത്തിൽ, ഇത്രയധികം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാമുള്ള ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോഴും ആ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മോൾഡ് അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അതായത് വീണ്ടും നിങ്ങളെപ്പോലെ ഒരാൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ മോൾഡ് അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. അപ്പം ഒരുപക്ഷെ നിങ്ങളുടെ മുഖഭാവമുള്ള വല്ലവരും കണ്ടാക്കാം, പക്ഷെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് തുല്യനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ? അത് നിങ്ങൾ മാത്രമാണ്. നമ്മുടെ ഉള്ളിന് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവർക്കും ആനന്ദം കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതല്ലാതെ നമ്മൾ മറ്റുള്ളവരെ സേവിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ വല്ലതും ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആനന്ദം കിട്ടത്തില്ല, മറ്റുള്ളവർക്കും പ്രയോജനം കിട്ടത്തില്ല. ഇപ്പം മദർ തെരേസയെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാം അവരെ ഒക്കെ പുകഴ്ത്തുന്നത്? കാരണം അവർ ചെയ്തത് സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചത് എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, അവരവർക്ക് വേണ്ടിയാണ്. മദർ തെരേസ ചെയ്തത് മദർ തെരേസയ്ക്ക് വേണ്ടിയാണ്. അവർക്ക് തൻ്റെ സഹജീവി വേദനയോടെ തെരുവിൽ കഴിയുന്നത് കാണുമ്പോൾ വളരെ വിഷമം നേരിടുന്നു. അപ്പം അവർക്കതിന് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായി, അതിനുവേണ്ടി ചെയ്തു. ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉന്നതരായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവരിൽ എത്ര ആളുകൾ യഥാർത്ഥത്തിൽ സന്തോഷവാന്മാരാണ് അല്ലെങ്കിൽ സന്തോഷവതികളാണ്? അത് നിങ്ങൾ അടുത്ത് വന്ന ആളുകളോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയും. അപ്പം ഈ ഒരു രീതിയിലാണോ നിങ്ങൾക്ക് വീണ്ടും പോകാൻ ആഗ്രഹം? യാതൊരു സന്തോഷവുമില്ലാത്ത, യാതൊരു സമാധാനവുമില്ലാത്ത ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാണോ നിങ്ങൾക്ക് വേണ്ടത്? സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിന് ചെയ്യേണ്ടത് നിങ്ങൾക്കായുള്ള ഇരിപ്പിടം കണ്ടെത്തുകയാണ്. അത് കണ്ടെത്തുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാണ്. നിങ്ങൾക്ക് ദൈവികമായി തന്നിട്ടുള്ള യുണീക്കായിട്ടുള്ള കഴിവുകളുണ്ട്. അവരനെ നോക്കിയിട്ടല്ല ആ കഴിവുകൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവരിനുള്ള കഴിവല്ല നിങ്ങൾക്കുള്ള കഴിവ്. എൻ്റെ കൂട്ടുകാരനുള്ള കഴിവും എനിക്കുള്ള കഴിവും വ്യത്യസ്തമാണ്. അപ്പം ഈ ഇരിപ്പിടം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇതാണ്: എൻ്റെ ഓരോ നിമിഷവും ഞാൻ എൻ്റെ ഇരിപ്പിടത്തിലായിരിക്കാനാണ് ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടത്തിലായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആഹ്ലാദവും ആനന്ദവും സമാധാനവും ലഭിക്കുന്നത്. അല്ലാതെ മറ്റൊരാളെ കോപ്പി ചെയ്യുമ്പോഴല്ല. നിങ്ങൾക്കായി ഇവിടെ ഒരു ഇരിപ്പിടമുണ്ട്. ആ ഓർമ്മ ഈ ആക്ടിവിറ്റി നിങ്ങളിൽ ഉണർത്തട്ടെ. മറ്റൊരു ആക്ടിവിറ്റിയും പുതിയൊരു ചിന്താവിഷയവുമായി വേറൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഈ കൗശലങ്ങളും കഥകളും എങ്ങനെയുണ്ട്? അഭിപ്രായങ്ങൾ എഴുതേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും ഒരു കാഴ്ചക്കൂട്ടുമായി വരുന്നത് വരെ ബൈ.